ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയ ഫീൽ തരുന്ന ഒരു വിഭവമാണിന്ന്. പക്ഷേ അതിൻ്റെ ഫില്ലിങ് അല്പം വ്യത്യാസമുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 25 വരിക്ക ചക്കച്ചുള എടുത്തിട്ടുണ്ട്. അതൊന്ന് വൃത്തിയാക്കി ഒരേ വലിപ്പത്തിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും അതവിടെ ഇരിക്കട്ടെ. അതിന് മുൻപ് നമുക്ക് ഫില്ലിങ് റെഡിയാകുന്നതിന് മുൻപ് ഈ ഓട്ടട ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കണം. ഞാനിവിടെ ഗോതമ്പ് പൊടിയിലാണ് മാവ് റെഡിയാക്കി എടുക്കുന്നത്. 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഈ മാവ് റെഡിയാക്കി എടുക്കാൻ. എനിക്ക് ഏകദേശം 1 കപ്പ് വെള്ളത്തോളം ആയിട്ടുണ്ട്. ഇത് മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ചപ്പാത്തിയേക്കാൾ അല്പം കൂടി അയവിലിരിക്കണം, എന്നാലേ നമുക്ക് ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ ഒക്കൂ. അല്ലെങ്കിൽ ഹാർഡായിട്ടിരുന്നാൽ ഓട്ടടയ്ക്ക് ഒരു ടേസ്റ്റ് കാണത്തില്ല. അതിനി അടച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ ചക്കയൊന്ന് ഇട്ട് കൊടുക്കാം. ചക്കയും നെയ്യിൽ ചക്കയൊന്ന് കുറച്ച് സമയം ഒന്ന് വാട്ടി എടുക്കണം. അതിൽ നിന്ന് കുറേ വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നെ നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എപ്പോഴും പറയുന്നത് പോലെ മില്ലിലാട്ടുന്ന ശർക്കര ആയതുകൊണ്ട് അതിൽ അഴുക്കില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ചേർക്കുക. നിങ്ങളുടെ കയ്യിൽ അഴുക്കുള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കി അരിച്ച് ചേർക്കേണ്ടതാണ്. ഞാനിവിടെ 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ശർക്കരയും ചക്കയും നെയ്യും എല്ലാം കൂടെ ഒന്ന് ഉരുകി വന്ന് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ കിടന്ന് ഒന്ന് വരണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ തിരുമ്മിയത് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 മുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു മണം ഒക്കെ കിട്ടാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ വരാൻ വേണ്ടി അല്പം ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണേ ഉള്ളൂ. അത് പഞ്ചസാരയൊന്നും ഇല്ലാതെ കുരു തന്നെ എടുത്ത് പൊടിച്ചെടുത്തതാണ്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആ ഓട്ടട ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് ഞാനിവിടെ വാഴയില, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വാഴയില എടുത്തിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് മാവെടുത്ത് ഇലയിൽ വെച്ചതിന് ശേഷം പച്ചവെള്ളത്തിൽ കൈമുക്കി ഇങ്ങനെ പരത്തിയെടുക്കണം. ഞാൻ നേരത്തെ നിരവധി വെറൈറ്റികളായിട്ടുള്ള 16 ഇലയടകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഇലയട എന്ന് പറഞ്ഞതുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ. കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടതൊക്കെ ട്രൈ ചെയ്യാം. അതുപോലെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴേത് അട ഉണ്ടാക്കിയാലും അതിൻ്റെ ഘനമെല്ലാം ഒരേ ഘനത്തിലായിരിക്കണം ഇരിക്കുന്നത്. അല്ലെങ്കിൽ പല കനത്തിലിരുന്ന ഒരു ടേസ്റ്റും കാണത്തില്ല. ഇതുപോലെ എല്ലാ സൈഡും നല്ലതുപോലെ ഒരേ കനത്തിൽ പരത്തിയെടുത്തതിന് ശേഷം വേണം ഫില്ലിങ് വെക്കാൻ. ഫില്ലിങ് പകുതിയോടെ വെച്ചാൽ മതിയാകും. കാരണം ഒരു സൈഡിലോട്ട് നമ്മളിങ്ങനെ കമഴ്ത്തി അത് മറിച്ച് വെക്കുമല്ലോ, അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. അതുകൊണ്ട് ഇതുപോലെ ഒരു സൈഡിൽ വെച്ചാൽ മതി. മറ്റേ ഇങ്ങോട്ടിങ്ങ് കമഴ്ത്തി വെക്കുമ്പോൾ അതങ്ങ് റെഡിയാകും. ഇല ഇങ്ങോട്ട് മടക്കി അങ്ങനെ ഒരെണ്ണം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്കത് മുഴുവനും റെഡിയാക്കി എടുക്കാം. ഇത് ഈ ചക്ക ഫില്ലിങ്ങും ഒക്കെ വെച്ച് ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോൾ ചക്ക സീസണാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ശർക്കര ആയതുകൊണ്ട് ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ ഒത്തിരി കഴിക്കാമെന്ന് ഞാൻ പറയുന്നില്ല, ചെറിയ രീതിയിലൊക്കെ കഴിക്കാം. അതുപോലെ എപ്പോഴും ഇതുണ്ടാക്കിയാലും പഴയ പാനേ ഉപയോഗിക്കാവൂ. ഞാനിപ്പോൾ ഒരു പഴയ പാനിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. 2 അട വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് അല്പം വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് ഒരടപ്പടച്ച് ലോ ഫ്ലെയിമിൽ അതൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഇതേണ്ട കണ്ടോ, ഒരു സൈഡായിട്ടുണ്ട്. അതുപോലെ മറ്റേതും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചക്ക ഫില്ലിങ് വെച്ച ഓട്ടട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ തുറന്നിട്ട് ഞാൻ കാണിക്കാം.
കണ്ടാലേ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.